ഹലോ, വെൽക്കം. നമ്മൾ വീണ്ടും ഹാഫ് ഡബിൾ ക്രോഷയും ഫുൾ ഡബിൾ ക്രോഷയും നോക്കാൻ പോവാണ്. ഇന്ന് ഇവിടെ എടുത്തിട്ടുള്ള 2.5 mm ഹുക്കും ഒരു യാണുമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ മറ്റേതിൽ ചെയ്ത പോലെ തന്നെ ആദ്യം ഒരു നോട്ട് ഇടുന്നു, ദെൻ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി അതേപോലെ അതിൻ്റെ ബാക്കിൽ നിന്ന് രണ്ടാമത്തെ ഹുക്കിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് പുറത്തേക്ക് എടുക്കുന്നു. ഇപ്പോൾ 3 ഹുക്കിൻ്റെ മുകളിൽ 3 യാണുണ്ടായിരിക്കും. ഇനി ഒന്നും കൂടി ട്വിസ്റ്റ് ചെയ്ത് ആ 3 യാണിൻ്റെ ഉള്ളിൽ കൂടെ ഒരുമിച്ച് പുറത്തേക്ക് എടുക്കുന്നു. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം കൂടി കാണിക്കാം. അതിൻ്റെ ചുറ്റിയിട്ട് ഉള്ളിൽ കൂടെ എടുത്തിട്ട് 3 വരും. ആ 3 ഉള്ളിൽ കൂടെ ഒരുമിച്ച് പുറത്തേക്ക് എടുക്കുക. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. കണ്ടിന്യൂ ചെയ്യാം. ഇതിങ്ങനെ എല്ലാ ഇതിൽ കൂടെ ഇട്ടിട്ട് നമ്മൾ സെയിം സ്റ്റിച്ച് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ സെയിം ടെൻഷൻ നമ്മൾ ആ ഒരു കയ്യിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരേപോലത്തെ സ്റ്റിച്ചുകൾ കിട്ടും. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുള്ളൂ ഫുൾ ഡബിൾ ക്രോഷ്യയ്ക്ക്. അപ്പോൾ ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇനി നമ്മൾ ഫുൾ ഡബിൾ ക്രോഷ്യ നോക്കുക. അതുപോലെ ചെയിൻ സ്റ്റിച്ച് ഇടുക. ഇത് ചെറിയ വ്യത്യാസം തന്നെയുള്ളതെന്ന് നമ്മൾ ബാക്കിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റിച്ചിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതുപോലെ രണ്ടാമത്തെ സ്റ്റിച്ച് എടുക്കുക, ട്വിസ്റ്റ് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയിട്ട് യാണൊന്ന് ചുറ്റിയെടുത്തിട്ട് 3 വരും അതിൻ്റെ മുകളിൽ. അതിൽ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യയിൽ ഒരുമിച്ച് പുറത്തെടുത്തു. പക്ഷേ ഇതിൽ 2 ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും ഒന്നും കൂടി ചുറ്റിയിട്ട് അടുത്ത 2 ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കുക. ഇതാണ് ഫുൾ ഡബിൾ ക്രോഷ്യ. അതായത് ഞാൻ ഒന്ന് ചുറ്റിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കൊടുത്ത് പുറത്തേക്ക് എടുക്കുമ്പോൾ 3 വരും. അതിൽ ആദ്യത്തെ 2 ഉള്ളിൽ കൂടെ ഒന്നും കൂടി ചുറ്റിയിട്ട് എടുക്കുക. ദെൻ വീണ്ടും ഒന്നും കൂടി ചുറ്റിയിട്ട് അടുത്ത 2 ഉള്ളിൽ കൂടെ എടുക്കുക. ഇതാണ് ഫുൾ ഡബിൾ ക്രോഷ്യ. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. എല്ലാ സ്റ്റിച്ചിലും നമ്മളിത് ചെയ്യുക. ചുറ്റിയിട്ട് 2 ഉള്ളിൽ കൂടെ എടുക്കുക, പിന്നെ 2 ഉള്ളിൽ കൂടെ എടുക്കുക. ആദ്യം ഒന്ന് ചുറ്റിയെടുക്കുക, പിന്നെ 2 ഉള്ളിൽ കൂടെ ഇതെടുക്കുക. ഇതാണ് ഫുൾ ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്തത്. ഇപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷ്യന്ന് ചെറിയ വ്യത്യാസം തന്നെയുള്ളൂ. ഇതിൽ സ്റ്റിച്ച് കാണാൻ ഏകദേശം ഒരുപോലെ ഇരിക്കും, പക്ഷേ വ്യത്യാസമുണ്ട്. നമുക്ക് മാജിക് റിങ് പിടിക്കാം. നേരത്തെ പോലെ തന്നെ കയ്യിൽ ചുറ്റിയെടുത്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്നതിന് പകരം വീണ്ടും ആ വിരലിൻ്റെ മുകളിൽ അതിൽ ഒന്നും കൂടി കൊളുത്തിയിട്ട് ഉള്ളിൽ കൂടെ വലിക്കുക. അപ്പോൾ അവിടെ ലോക്കായി. ഇതാണ് മാജിക് റിങ് എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം കൂടി കാണിക്കാം. വിരലിൽ നമ്മൾ സാധാരണ സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട് ചെയ്യണ പോലെ ചുറ്റിയെടുത്തിട്ട് യാണിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി പുറത്തേക്ക് എടുക്കുക. ദെൻ അത് ഒന്നും കൂടി ചുറ്റിയെടുക്കുക.
അപ്പോൾ അവിടെ ലോക്കാണ്. പിന്നെ സാധാരണ പോലെ സിംഗിൾ ക്രോഷേ ചെയ്യുക. ഇതാണ് മാജിക് റിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. സിംഗിൾ ക്രോഷേ ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് നമ്മളവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ അവിടെ വെച്ച് കൊടുക്കുക. നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. ദെൻ കോമൺ ആയിട്ട് 6 ചെയ്യുന്നത്. 6 സിംഗിൾ ക്രോഷേസ് അവിടെ ചെയ്യുക. മാജിക് റിങ്ങിൽ സിംഗിൾ ക്രോഷേ ഡബിൾ ക്രോഷേ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ സിംഗിൾ ക്രോഷേയാണ് ചെയ്ത് കാണിക്കുന്നത്. അങ്ങനെ 6 ചെയ്യുക. 6 ചെയ്ത ശേഷം ആ ടൈലൻ്റ്, അതായത് ആ ചെറിയ അറ്റം, അത് നമ്മൾ പതുക്കെ വലിച്ച് ടൈറ്റ് ചെയ്യുക. വലിച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു റൗണ്ട് പോലെ കിട്ടും. എന്നിട്ട് ആ സ്റ്റിച്ച് മാർക്കർ അവിടെ നിന്ന് മാറ്റിയിട്ട് അപ്പോൾ അവിടെ ഒരു ഹോൾ കാണാം. ആ ഹോൾ, അതായത് ഫസ്റ്റ് സ്റ്റിച്ച്, ആ ഫസ്റ്റ് സ്റ്റിച്ചിൽ കൂടെ നമ്മൾ ഹുക്ക് കടത്തിയിട്ട് വീണ്ടും ഒന്ന് യാൺ ഓവർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുത്തിട്ട് പിന്നെ ഈ രണ്ടാമത്തെ ഇതിൻ്റെ ഉള്ളിൽ കൂടെയും പുറത്തേക്ക് എടുക്കുക. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് അവിടെ ലോക്ക് ചെയ്യുക. ഇതാണ് മാജിക് റിങ്.